ാണിത് കൊടുത്തേക്കുന്നത് ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ചു എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവളാണ് അറുത്തിട്ടതെന്നുള്ളതാണ് അമ്മൂമ്മ പറയുന്നത്. ആ ഒരു സമയത്ത് ഇവളുടെ കയ്യിൽ നിന്ന് ബ്ലഡോ കാര്യങ്ങളോ ഒന്നും ചേട്ടൻ്റെ ബോഡിയിൽ ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് ഇൻക്വസ്റ്റ് സമയത്ത് കൺഫേം പോലീസുകാർ പറയുന്നുണ്ടായിരുന്നു ബ്ലഡ് സാമ്പിളുകളൊന്നും ബോഡിയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിലാണ്. ചാത്തന്നൂരിൽ പ്രശാന്ത് എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ആള് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തപ്പോൾ നമ്മുടെ മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്തയാണ് ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ എന്നെ കോൺടാക്റ്റ് ചെയ്യും, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇതൊരു വ്യാജ വാർത്തയാണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിൻ്റെ സൂയിസൈഡ് നോട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ അയച്ചു തന്നു. അത് കണ്ടപ്പോൾ വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് മനസ്സിലായത്. നമ്മുടെ നാട് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് നീതിയാണ്. സത്യത്തിൽ ഈ മരിച്ചത് ഗോപികയും ജീവനോടെ ഉള്ളത് പ്രശാന്തനും ആയിരുന്നെങ്കിൽ